കന്നി, നീ അവസാന കാലഘട്ടത്തിൽ മനസ്സിൽ മായ ഒരു ഭാരം വഹിക്കുന്നു. ചിലപ്പോൾ അത് നിനക്കുതന്നെ പറയാനാകാത്ത വേദനയായി മാറിയിരിക്കുന്നു. പക്ഷേ അറിയാമോ, ആ ഭാരം അവസാനിക്കാനുള്ള നിമിഷത്തിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കാനുള്ള മുറുമുറുപ്പാണ് സമയത്തിന്റെ വായുവിൽ കേൾക്കുന്നത്. നീയത് അനുഭവിക്കുമോ? ഇന്നുവരെ അടഞ്ഞുകിടന്ന ആ ദ്വാരം നിന്റെ കർമ്മത്തിന്റെ പ്രകാശം സ്പർശിച്ച് തുറക്കുകയാണ്. ഓരോ കന്നി ജന്മജാതകത്തിലും ഒരു സൂക്ഷ്മത ഉണ്ട്. കാര്യങ്ങൾ കൃത്യമായി നടക്കണം എന്ന ആഗ്രഹം. മറ്റുള്ളവർ കാണാതെ പോകുന്ന ചെറുപിശകുകളും നീ കാണും. പക്ഷേ ഈ സൂക്ഷ്മതയാണ് നിന്റെ ഭാഗ്യത്തിന്റെ വഴിയെ തടഞ്ഞിരുന്നത്. നിനക്ക് തോന്നിയ കുറവുകൾ തന്നെ ബ്രഹ്മാണ്ഡം ഉപയോഗിച്ചിരിക്കുന്നു ഒരു നീണ്ട പരീക്ഷണമായി. ഇപ്പോൾ ആ പരീക്ഷണം പൂർത്തിയാണ്. നീ അതിജീവിച്ചു. സ്വർഗത്തിലെ നക്ഷത്രങ്ങൾ പോലും ഇപ്പോൾ നിന്റെ ആത്മവീചിയെ നോക്കി തലകുനിക്കുന്നു. ഇപ്പോൾ ഗുരു നിന്റെ ഭാഗ്യസ്ഥാനത്തിലേക്ക് പ്രകാശമായി മാറുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി നീ കാണാതിരുന്ന ആത്മവിശ്വാസം വീണ്ടും നിനക്കുള്ളിൽ ഉണരുന്നു. ഇതൊരു ചെറിയ മാറ്റമല്ല. ഇത് ഒരു ആന്തരിക ഉണർവാണ്. നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരുന്ന ബലമായി അത് പൊട്ടിത്തെറിക്കുന്നു. പണ്ടൊരിക്കൽ നീ നഷ്ടമായെന്നു കരുതിയ ചില വികസനങ്ങൾ, തൊഴിൽ, സാമ്പത്തിക സ്ഥിതി, വ്യക്തിജീവിതം എല്ലാം പടിപടിയായി നിന്റെ പക്ഷത്തേക്ക് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 7 ദിവസത്തിനുള്ളിൽ കന്നി നക്ഷത്രജന്മിയായ നിനക്ക് യാദൃച്ഛികമായി ഒരാൾ മുഖേന ലഭിക്കുന്നൊരു സന്ദേശം ഇരട്ട പ്രാധാന്യമുള്ളതായിരിക്കും. അതൊരു ചെറുവാക്കായിരിക്കാം, പക്ഷേ അതിന്റെ പിറകിൽ ഭാവിയെ മാറ്റുന്ന ഒരു അവസരം മറഞ്ഞിരിക്കുന്നു. നീ ആ ആഹ്വാനം കേൾക്കണം. അതിൽ നിന്ന് നീ പിന്മാറാതെ നടപടി എടുക്കണം. ഇന്ന് കാലം പറഞ്ഞുതരുന്ന സൂചന നിനക്കായിട്ടാണ്. ശനി, നീണ്ടകാലമായി നിന്റെ ആത്മസന്തോഷം തടഞ്ഞിട്ടിരുന്ന ഗ്രഹം, ഇപ്പോൾ അവന്റെ നിഗ്രഹം കുറയ്ക്കുകയാണ്. നീ പണ്ടൊരിക്കൽ എടുത്ത പാതകങ്ങളുടെ ഭാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പാപകർമ്മങ്ങളുടെ ശൃംഖല പൊട്ടുന്നു. ഈ മാറ്റം സൂക്ഷ്മമായി ആരംഭിച്ചു കഴിഞ്ഞു. നിനക്ക് തോന്നാത്ത വിധം ആ സമാധാനത്തിന്റെ വരികളും ജീവിതത്തിലേക്ക് പതിയെ കയറിവരുന്നു. ശാരീരികാരോഗ്യത്തിൽ നിന്നും വീട്ടിലെ അന്തരീക്ഷം വരെ മാറ്റമുണ്ട്. വാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പതുക്കെ അകന്നു പോകുന്നു. കന്നി രാശിയുടെ മനസ്സ് എപ്പോഴും അഭിമാനത്തോടെയാണ് വളരുന്നത്. പക്ഷേ ചില നിമിഷങ്ങളിൽ അതേ അഭിമാനം തന്നെ ദുഃഖമാകാറുണ്ട്. നീ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾക്ക് ഉള്ളിലൊളിഞ്ഞ ഭാവം മറ്റൊരാൾ തെറ്റായി വായിച്ച് നിന്നെ അകറ്റിയിരിക്കാം. ആ വേർപാട് നിനക്കുണ്ടാക്കിയ പൊള്ളലാണ് ഇത്രയും ദിവസവും നീ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആ ബന്ധങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള സമയമാണിത്. ചിലരിലൂടെ മാപ്പിന്റെ അനുനാദം കേൾക്കും. ചിലരും തിരിച്ചുവരും സമ്മതമില്ലാ നിലപാടുകൾ കളഞ്ഞ്. അടുത്ത 15 ദിവസത്തിനുള്ളിൽ നിന്റെ അഭിവാക്കിന്റെ ശക്തിയിൽ മാറ്റം കാണാം. നീ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും. പലരും നിന്റെ ഉപദേശം തേടിവരും. അതൊരു ആകസ്മിക സംഭവമല്ല. ഗുരുവിന്റെ ദൃഷ്ടി ആത്തിന്റെ പ്രബോധനമായി മാറുകയാണ്. നീ പറയുന്ന ചെറിയ വാക്കുകൾ പോലും മറ്റൊരാളുടെ ഭാഗ്യവാതിലായി മാറും. രാഹുവിന്റെയും കേതുവിന്റെയും ചലനം ഇവിടെ ആത്മകാതളങ്ങൾ വളർത്തിയിരിക്കുന്നു. നീ കഴിഞ്ഞ കാലത്ത് കണ്ട അദ്ഭുതമായ സ്വപ്നങ്ങൾ നിരസിക്കരുത്. അവ സാധാരണ സ്വപ്നമല്ല. അവ ആത്മീയ സൂചനകളാണ്. പ്രത്യേകിച്ച് ഒരു വെള്ള നിറമുള്ള ചന്ദ്രലോകത്തിന്റെ ദൃശ്യം നീ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അക്കാര്യങ്ങൾ ആകാശം വഴി ഗുണപരിണാമം നേടുന്നുവെന്ന അടയാളമാണ്. അതിൽ മനുഷ്യന്റെ ശ്രമത്തേക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ 3-ാം ഘട്ടത്തിലേക്ക് നീ കയറുകയാണ്. അത് നിന്റെ ഇടതുകൈയിലെ നാഡി പെട്ടെന്ന് അലിഞ്ഞുവരുന്ന അതേ നിമിഷങ്ങളിൽ തുടങ്ങും. ഇതൊരു ദൈവിക സമയം. വെള്ളി നിന്റെ ധനസ്ഥാനത്ത് പ്രകാശിക്കുന്നു. അർത്ഥം, ഏറെ നാൾ നിനക്കായിരുന്ന ധനനിലവാരം, ഒപ്പം സാമ്പത്തിക ഗതാഗതം എല്ലാം പുനർനിർമ്മിതമാകുന്നു. നീ പ്രതീക്ഷിച്ചില്ലാത്ത ഒരു പണമൊഴുക്ക് വരും. അതിൽ ഭാഗ്യം നിറയുന്നു. കടബാധ്യതകളിൽ നിന്ന് മോചനം ആരംഭിക്കുന്നു. കന്നി രാശിക്കാരെ, ഒരു കാര്യം ഇവിടെ നേരിട്ടു പറയണം. നീ ഇതുവരെ ജീവിതത്തിൽ ഒരു നിശബ്ദ യോദ്ധാവായിരുന്നു. നിന്റെ വേദനകൾ ആരോടും പൂർണ്ണമായി തുറന്നു പറഞ്ഞിട്ടില്ല. നിന്റെ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കിവച്ചിരുന്നു. ചിലപ്പോൾ ആരും കേൾക്കില്ല എന്ന തോന്നൽ, ചിലപ്പോൾ ആരും മനസ്സിലാക്കില്ല എന്ന ഭയം. ഈ ഒരു അവസ്ഥ നിന്നെ ഉള്ളിൽ ഒരു ഒറ്റപ്പെടലിലേക്ക് തള്ളിവിട്ടിരുന്നു. പക്ഷേ ആ ഒറ്റപ്പെടൽ ദൈവം ഉദ്ദേശിച്ചതല്ല. ഗ്രഹനിലകളുടെ ഒരു കർമ്മകാലമായിരുന്നു അത്. ഇപ്പോൾ ആ കർമ്മകാലം അവസാനിക്കുന്ന ഒരു ദൈവിക നിമിഷത്തിലാണ് നീ നിൽക്കുന്നത്. ഈ ലോകത്ത് ഓരോ ആത്മാവിനും ഒരു നിർണായക ഘട്ടമുണ്ട്. ആ ഘട്ടം വരുമ്പോൾ ഭൂമിയും ആകാശവും ഒരേ സ്വരത്തിൽ സംസാരിക്കും. ഇന്ന് നിന്റെ ആ ഘട്ടമാണ്. ഗ്രഹങ്ങൾ ഒരുമിച്ചു ചേർന്ന് നിനക്കുവേണ്ടി ഒരു ഭാഗ്യദ്വാരം തയ്യാറാക്കുന്നു. ഇത് ആയിരക്കണക്കിന് ജനങ്ങൾക്കു ലഭിക്കുന്ന ഒന്നല്ല. ഇത് കന്നി രാശിക്കാർക്ക് മാത്രം ഈ കാലഘട്ടത്തിൽ ദൈവം നൽകുന്ന ഒരു അത്ഭുതകരമായ ഉണർവ്.
ഇതൊരു തലമുറ കഴിഞ്ഞ് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഗ്രഹസ്ഥിതിയാണ്. ഇതിനു മുൻപ് ഇതുപോലൊരു ഒത്തുചേരൽ ഉണ്ടായിട്ടുള്ളത് ഒരു തലമുറ മുൻപ് മാത്രമാണ്. ഈ അവസരം ഒരിക്കൽ പോകും, തിരിച്ചുവരാൻ വർഷങ്ങൾ വേണ്ടിവരും. ഇനി തൊഴിൽ ജീവിതത്തെക്കുറിച്ച് പറയണം. കന്നി രാശിക്കാർ ഉദ്യോഗ മേഖലയിൽ ഇപ്പോൾ ഒരു ഉലച്ചിലിന്റെ അരികിൽ നിൽക്കുന്നവരാണ്. ചിലർക്ക് ജോലി മാറ്റം ആഗ്രഹമുണ്ടായിരുന്നു, ചിലർക്ക് ഉയർച്ച ലഭിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു, ചിലർ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണ്. ഈ മൂന്നു കൂട്ടരിലും ഒരേ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു: ഒരു നിർണായക വഴി തുറക്കും. ഒന്നുകിൽ ഒരു ഫോൺ വിളി, അല്ലെങ്കിൽ ഒരു ഇമെയിൽ, അല്ലെങ്കിൽ ആരോ മുഖേന ഒരു ശുപാർശ. ഇതിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭാഗ്യം കയറിവരും. ഈ ഘട്ടത്തിൽ ഗുരുഭഗവാൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നതിന്റെ ഫലം ഇതാ. 9-ാം ഭാവം ഭാഗ്യഭാവമാണ്, ഗുരുവിന്റെ ദർശനഭാവം, ദൂരദേശ ബന്ധത്തിന്റെ ഭാവം. ഇവ ഒന്നിക്കുമ്പോൾ ദൂരദേശ ഉദ്യോഗ ബന്ധം, അതായത് നിന്റെ പ്രദേശത്തുനിന്ന് അകലെ, അല്ലെങ്കിൽ വിദേശ ബന്ധമുള്ള ജോലി, ഇവ കൂടുതൽ ശക്തമായി മുന്നിലേക്ക് വരും. ചിലർക്ക് വിദേശ ഇന്റർവ്യൂ അവസരം ഉണ്ടാകും. ചിലർക്ക് ഓൺലൈൻ ജോലി, ഫ്രീലാൻസ് അവസരം, അന്താരാഷ്ട്ര ക്ലയന്റ്, ഇതൊക്കെ ലഭ്യമാകും. ഇതൊരു ആകസ്മിക ഭാഗ്യമല്ല. ഇത് ഗ്രഹങ്ങളുടെ ക്രമീകരണത്തിന്റെ ഫലമാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന കന്നി രാശിക്കാർ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരു പുനർജന്മ ദിനങ്ങളാണ്. കഴിഞ്ഞ കുറേ കാലമായി ബിസിനസ് മുന്നോട്ടു പോകുന്നില്ല, ലാഭം ഇല്ല, ഇടപാടുകൾ നടക്കുന്നില്ല എന്ന് തോന്നിയ ആൾക്ക് ഇപ്പോൾ ഒരു പ്രധാന ഇടപാടിന്റെ വഴി തുറക്കുന്നു. ആ ഇടപാടിൽ ഉൾപ്പെടുന്നൊരു വ്യക്തി ഒരു മധ്യസ്ഥൻ മുഖേന വരും. ചിലപ്പോൾ ആ വ്യക്തി നിനക്ക് ഒരു ആദ്യ കൂടിക്കാഴ്ചയിൽ വലുതായി തോന്നില്ല, പക്ഷേ ആ ബന്ധം ഭാവിയിൽ ഒരു സ്തംഭമായി മാറും. ആ ആളെ ഒഴിവാക്കരുത്, ആ ബന്ധം ഉണ്ടാക്കരുത് എന്ന് ഒരു ആന്തരിക ഭയം വന്നാൽ ആ ഭയം ശ്രദ്ധിക്കരുത്. ആ ഭയം ശനിയുടെ പഴയ ദോഷത്തിന്റെ ശേഷിപ്പ് മാത്രമാണ്. ഒരു കാര്യം ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കണം: ഒരുപാട് കാലമായി ശനിദോഷം പ്രവർത്തിച്ചിരുന്ന ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ, ഒരു ദൈവദർശനം, ഒരു ദേശദൈവം, ഒരു ഗ്രാമദേവത, ആ ദൈവത്തോടുള്ള ബന്ധം ഇനി ഉറപ്പിക്കണം. ആ ദൈവസ്ഥലത്ത് ഒരു ദർശനം, ഒരു ദീപം, ഒരു ഉള്ളിൽ നിന്നുള്ള ഭക്തിനിമിഷം, ഇത് ഈ ഭാഗ്യകാലത്തെ ഇരട്ടി ഫലകരമാക്കും. ഇത് വിശ്വാസമല്ല, ഇത് ഊർജ്ജശാസ്ത്രമാണ്. ഒരു ദൈവദർശനത്തോടെ ഗ്രഹദോഷത്തിന്റെ ബന്ധം ദുർബലമാകും, ഭാഗ്യോർജ്ജം ഇരട്ടിക്കും. ഇനി ധനകാര്യ ഘട്ടം. ഈ ഘട്ടത്തിൽ ഒരു ആകസ്മിക ധനലാഭം ഉണ്ടാകും. ഒന്നുകിൽ അതൊരു ബോണസ്, ഒരു കമ്മീഷൻ, ഒരു ഓഹരി ലാഭം, ഒരു ഭൂമി ഇടപാട്, ഒരു പഴയ കടം തിരികെ ലഭിക്കൽ. ഇവയിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു ധനം നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരും. ഈ ധനം ഒരു ചെറിയ ഒഴുക്ക് മാത്രം. ഇതൊരു ആരംഭം. ഇതിനുശേഷം ഒരു വലിയ ഒഴുക്ക് ഉണ്ടാകും. ഒരു നദി ആദ്യം ഒരു ചെറിയ ഉറവ നദിയായി തുടങ്ങി പടിപടിയായി ഒഴുകി ഒരു നദിയായി ആകും. ഈ ഭാഗ്യവും അങ്ങനെ തന്നെ. ഇനി ജന്മദോഷ പരിഹാരത്തെക്കുറിച്ച് ഒരു ആഴ്ചക്കുള്ളിൽ ഒരു ഉപചാരം ചെയ്യണം. ദർഭ ഹോമഭൂതി, ഒരു ദേവീ ദർശനം, ഇവ ഉള്ള ഒരു ആചാരം ഈ ഭാഗ്യകാലത്ത് ചെയ്താൽ ഗ്രഹദോഷം ഇനി ഇത്ര ശക്തിയോടെ ബാധിക്കില്ല. ശനി ഇനി ദ്രോഹകനല്ല, ഗ്രഹദേഹം ഇനി ശത്രുവല്ല. ഇനി ഗ്രഹങ്ങൾ ഒക്കെ നിന്നോട് സ്നേഹഭാഷണം ചെയ്യും. ഭൂതകാലത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു പോകും. ഭൂമി ഒരു പുതിയ ആരംഭം നൽകുന്നത് ഈ ചെറിയ ആചാരങ്ങളോടൊപ്പം ഇരട്ടിക്കും. ഇനി വ്യക്തിജീവിതം. കന്നി ആൾക്ക് ഒരു ഹൃദയബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം ഈ ഘട്ടത്തിൽ ഒരു നിർണായക നിമിഷം കടക്കും. ഒരു തർക്കമുണ്ടാകും, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും, ചിലപ്പോൾ ഒരു ദൂരം ഉണ്ടാകും. ഈ ദൂരത്തെ ഭയക്കണ്ട. ഇത് ബന്ധം ഒടിഞ്ഞു പോകുന്നതിന്റെ അടയാളമല്ല. ഇത് ആ ബന്ധം ആഴത്തിൽ ഉറഞ്ഞു ഉറക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞ ആകാശം കൂടുതൽ നിർമ്മലമാകും. ഈ ബന്ധവും അങ്ങനെ. ആ ദൂരം ഒരു ശുദ്ധീകരണ ഘട്ടം. ആ ഒടിവ് ഒരു ഊർജ്ജ പുനർനിർമ്മാണം. ക്ഷമ ഉള്ളവർക്ക് ഈ ബന്ധം കൂടുതൽ ഉറക്കും. ഒറ്റക്കുള്ളവർക്ക് ഇതൊരു ശ്രദ്ധേയ സമയം. ഒരാൾ ജീവിതത്തിലേക്ക് കടന്നുവരും. ആ ആൾ ഒരു ഉദ്യോഗ ബന്ധത്തിൽ നിന്നോ ഒരു സൗഹൃദ കൂടിക്കാഴ്ചയിൽ നിന്നോ ആരംഭിക്കും. ആ ആദ്യ ദർശനം ശക്തമായ ഒരു ഊർജ്ജസ്പർശം ഉണ്ടാക്കും. ആ ഊർജ്ജം ദൈവദത്തമാണ്. ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നൽകുന്ന ഒരു ഊർജ്ജ ആഹ്വാനം. ആ ആഹ്വാനത്തെ ഭയത്തോടെ നോക്കരുത്. ആ ആഹ്വാനം ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. കുടുംബജീവിതത്തിൽ ഈ ഘട്ടത്തിൽ ഒരു സ്ഥലം മാറ്റം, ഒരു ഭവന നിർമ്മാണ ചിന്ത, ഒരു ഭൂ ഇടപാട്, ഇവ ശക്തമായ ചർച്ചകളിലേക്ക് കടക്കും. ഈ ചർച്ചകൾ ആദ്യം വിഷമകരമായി തോന്നും. ഒരു സമ്മതം ഉണ്ടാകില്ല, ഒരു ഏകോപനം ഉണ്ടാകില്ല. ക്ഷമ കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഈ വിഷയം ഒടുക്കം ഒരു നല്ല ഭൂമി, ഒരു നല്ല വീട്, ഒരു സ്ഥലം ഉറക്കുന്ന ഒരു തീരുമാനത്തിലെത്തും. ഈ ഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന ഒരാൾ മുഖേന ഒരു ഉപദേശം ലഭിക്കും. ആ ഉപദേശം ഈ ഭൂ ഇടപാടിൽ ഒരു വഴികാട്ടിയാകും.
ഗന്നി ആത്മാവേ, ഒരു കാര്യം ഉറപ്പായി പറയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നീ ചെയ്ത ശ്രമങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. നീ ഉറങ്ങിക്കിടന്നിട്ടുണ്ടായ പകലുകൾ, നീ തളരാതെ തുടരാൻ ശ്രമിച്ച രാത്രികൾ, നീ നിന്റെ വേദനകൾ മറച്ചുവച്ച് ചിരിച്ച നിമിഷങ്ങൾ എല്ലാം ഇപ്പോൾ കണക്കാക്കപ്പെടുന്നു. ഭൂമിയും ആകാശവും നിന്റെ കാര്യത്തിൽ ഒരു പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനമാണ് ഈ ഭാഗ്യവാതിലിന്റെ ഉറവിടം. ഇത് നീ കണ്ടില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ പിഴവ് ഉണ്ടാകും. അതിനാൽ ഇതിന്റെ ഓരോ നിമിഷത്തെയും നീ ക്ഷണിച്ചു സ്വീകരിക്കണം. ഇനി ഈ സമയത്തിന്റെ 3 ദൃശ്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായി കാണണം. ഒന്നാമതായി, അടുത്ത 7 ദിവസത്തിനുള്ളിൽ നീ പ്രതീക്ഷിക്കാതെ ഒരു വിശേഷ സന്ദേശം സ്വീകരിക്കും. ആ സന്ദേശം ഒരു മെസ്സേജായിരിക്കാം, ഒരു വാട്സാപ്പ്, ഒരു ഫോൺ കോൾ, ഒരു ഇമെയിൽ, ഏതു രൂപത്തിലും വരട്ടെ. ആ സന്ദേശത്തിൽ ഒരു ചെറിയ വാക്കുകളെ ഉണ്ടായിരിക്കും, പക്ഷേ ആ വാക്കുകളിൽ നിന്റെ ഭാഗ്യത്തിന്റെ ഒരു കീ മറിഞ്ഞിരിക്കും. ആ വാക്കുകൾ കേട്ടിട്ട് നീ തിരിച്ചു പറഞ്ഞു, ഇത് വലുതല്ല എന്ന് ഉപേക്ഷിക്കരുത്. ആ സന്ദേശം ഒരു കുറിപ്പായി സൂക്ഷിക്കുക. ആ സന്ദേശത്തിലെ വാക്കുകളെ ഒരു പ്രത്യേക നിമിഷത്തിൽ നിന്റെ ജീവിതത്തിൽ പ്രയോഗിക്കുക. അപ്പോൾ നീ അതിന്റെ ശക്തി മനസ്സിലാക്കും. രണ്ടാമതായി, അടുത്ത 15 ദിവസത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ ഒരു പ്രധാന ഉദ്യോഗ ബന്ധം ഒരു പുതിയ രൂപത്തിൽ വരും. ആ ബന്ധം ഒരു പുതിയ ഉദ്യോഗം ആകാം, അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ ഒരു പ്രോത്സാഹനം ആകാം, അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിയുടെ വരവ് ആകാം. ഈ ബന്ധം ആദ്യം നിനക്ക് ചില സംശയങ്ങൾ നൽകും. നീ ചിന്തിക്കും, ഇത് ശരിയാണോ എന്ന്. പക്ഷേ അവിടെ നിന്റെ ശാസ്ത്രീയ മനസ്സ് പൂർണ്ണമായി വിശ്വസിക്കരുത്. നിന്റെ അന്തർജ്ഞാനമായിരിക്കണം നീ ഉപയോഗിക്കേണ്ടത്. ആ ഉദ്യോഗം എടുത്താൽ ഒരു കുറച്ച് സമയം അധ്വാനം കൂടുതലായിരിക്കും. പക്ഷേ അതിനുശേഷം ഒരു നല്ല കമ്മീഷൻ, ഒരു നല്ല സ്ഥാനക്കയറ്റം, ഒരു നല്ല പ്രാദേശിക അംഗീകാരം, ഇവ ഒക്കെ ലഭിക്കും. ഗുരുഭഗവാൻ നിന്റെ ഭാഗ്യത്തിൽ നിന്ന് ഒരു കൂട്ടം ഭാരങ്ങൾ എടുത്തുകളയുന്നു. അതിന്റെ ഫലമായി നിന്റെ പദവിയും പ്രാധാന്യവും വർദ്ധിക്കും. മൂന്നാമതായി, അടുത്ത 3 മാസത്തിനകം നിന്റെ കുടുംബജീവിതത്തിൽ ഒരു പ്രത്യേക സമരം ഉണ്ടാകും. ആ സമരം ഒരു വാടക, ഒരു ഭൂമി വാങ്ങുക, ഒരു വീട് മാറ്റം, അല്ലെങ്കിൽ ഒരു കുടുംബാംഗത്തിന്റെ ആരോഗ്യകാര്യം ചർച്ച ചെയ്യുന്ന നിമിഷം, ഇതിൽ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും. ഈ ചർച്ചകൾ ആദ്യം വിഷമമായി തോന്നും. ചിലർ പ്രതിഷേധിക്കും, ചിലർ സമ്മതിക്കില്ല, ചിലർ ശബ്ദം കൂട്ടും. പക്ഷേ അവിടെ നിന്റെ ധൈര്യം കാണിക്കുക. നിന്റെ നിലപാട് ആരോഗ്യമുള്ളതായി മാറ്റുക. അതായത് ശാന്തമായി, വിശദമായി, എന്നാൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ ഈ സമരം ഒരു നല്ല തീരുമാനത്തിലേക്ക് നയിക്കും. ആ തീരുമാനം നിന്റെ കുടുംബജീവിതത്തിന്റെ താഴെത്തട്ടിൽ ഒരു പുതിയ തറവാട് നിർമ്മിക്കും. അതൊരു പുതിയ ആരംഭം. അതിന്റെ ഊർജം അടുത്ത 8 വർഷക്കാലം നിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടിരിക്കും. ഈ 3 ഘട്ടവും കൂടി നിന്നെ മുൻപുണ്ടായിരുന്ന പഴയ കുറ്റബോധത്തിൽ നിന്ന് മോചിപ്പിക്കും. നിനക്ക് തോന്നിയിരുന്ന ഞാൻ തെറ്റ് ചെയ്തു എന്ന ഭാരം ഇപ്പോൾ ഇളകുകയാണ്. ആ ഭാരം അകന്നുപോകുമ്പോൾ നിന്റെ ചുറ്റുപാടിലുള്ള ആളുകൾ നിന്റെ പുതിയ രൂപം കാണും. നീ മുൻപ് പോലെ ശബ്ദം കുറച്ചുവച്ചു, ശുദ്ധമായി പെരുമാറിയാൽ അവർ നിന്നെ അംഗീകരിക്കും. അതിന്റെ ഫലമായി നിന്റെ സാമാന്യഭാവം മാറും. നിന്റെ പേര് പറഞ്ഞാൽ മാന്യത കൂടും. നിന്റെ പേര് കേട്ടാൽ അവരുടെ മനസ്സിൽ ഒരു നല്ല ചിത്രമുണ്ടാകും. നിന്റെ മുൻപ് ഉണ്ടായിരുന്ന ഭയം അകന്നുപോകും. നിന്റെ വാക്കുകൾക്ക് പുറത്ത് വിശ്വാസം വരും. ഗ്രഹങ്ങൾ നിന്നെ ഒരു നിർണായക നേതാവായി മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. ഈ നേതൃത്വം വെളിച്ചത്തിലും ഇരുളിലും നിന്റെ ഊർജം കാണിക്കും. ഇനി ആരോഗ്യത്തെക്കുറിച്ച് പറയാം. കഴിഞ്ഞ കാലത്ത് കന്നി ജന്മികൾക്ക് ചില ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ജീർണാശയത്തിലെ പ്രശ്നം, അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിലെ ഒരു അസ്വസ്ഥത, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ ഉറക്കക്കുറവ്. ഈ അസ്വസ്ഥതകൾ കാരണം നിന്റെ ശക്തി കുറഞ്ഞിരുന്നു. ഇപ്പോൾ ഗ്രഹസ്ഥിതിയുടെ മാറ്റം ആ അസ്വസ്ഥതകളെ പുറമ്പോക്കായി തള്ളിക്കളയുന്നു. നിന്റെ ശരീരത്തിന്റെ അകത്തളത്തിൽ ഒരു ശുദ്ധീകരണം വരും. ജലം കുടിക്കുക, വെള്ളം കുളിക്കുക, രാവിലെ തിളക്കുന്ന വെള്ളത്തിൽ കൈകഴുകുക, ഇതൊക്കെ ഈ ഘട്ടത്തിൽ അത്യന്താപേക്ഷിതം. ഒരു ചിന്നിരു വെള്ളത്തിലെ ശുദ്ധി നിന്റെ ആരോഗ്യത്തിലുള്ള കെട്ടിക്കിടക്കുന്ന അശുദ്ധിയെ മാറ്റും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ നീ ഉറക്കത്തിന്റെ ആശ്വാസം കണ്ടെത്തും. ഉറക്കം ആഴമായിരിക്കും. ഉറക്കത്തിനു ശേഷം ശരീരം ജീവിതത്തിന് തയ്യാറെന്ന് തോന്നും. ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഉപദേശം നിനക്ക് അത്യന്താപേക്ഷിതം. നിന്റെ അടുത്തുള്ളവരുടെ വാക്കുകൾ കേൾക്കുക. അവരുടെ ഉപദേശം അവഗണിക്കരുത്. നിന്റെ സ്വന്തം അധികവിശ്വാസം കൊണ്ട് ഒരു തീരുമാനം വെട്ടിച്ചു തീരുമാനിക്കരുത്. കാരണം ഗുരു ഈ കാലത്ത് നിന്റെ അടുത്തുള്ളവരിലൂടെ വന്നു സംസാരിക്കും. അവരുടെ വാക്കുകളിലുള്ള അർത്ഥം എന്നു മാത്രം കാണരുത്. അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഊർജം കാണുക. അവർ പറഞ്ഞതിനെ നീ പുറംപ്രപഞ്ചത്തിൽ അത്യാവശ്യമായ തീരുമാനം എടുക്കാൻ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്താൽ അത് ഭാഗ്യത്തിലേക്കുള്ള ഒരു പടികൾ ആകും.
ഇനി ഒരു പ്രത്യേക അവസരം നിന്റെ വിദ്യാഭ്യാസ ജീവിതത്തിലോ അല്ലെങ്കിൽ ജോലിയുടെ കൂട്ടായ്മയിലോ വരും. ഈ അവസരം ഒരു പരീക്ഷ, ഒരു ടെസ്റ്റ്, ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പ്രവർത്തനം ഇവയിലേതെങ്കിലും ആകാം. ഈ അവസരത്തിൽ നിന്റെ പ്രതിഭ പൂർണ്ണമായി പ്രകാശിക്കും. നീ മുൻപ് പഠിച്ച കാര്യങ്ങൾ ഒക്കെ ഒരു തിളക്കമായി മുന്നോട്ടു വരും. ആ അവസരത്തിൽ നിന്റെ അധ്യാപകർ, ഉദ്യോഗസ്ഥർ, ബോസ് ഇവരെ നിന്റെ പ്രതിഭയിൽ ഞെട്ടിക്കും. അതിന്റെ ഫലം പിന്നീട് ഒരു സർട്ടിഫിക്കറ്റ്, ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക അംഗീകാരം എന്ന രൂപത്തിൽ വരും. ഈ അവസരം നിന്റെ അധ്യാപന ജീവിതത്തിന്റെയും ഉദ്യോഗ ജീവിതത്തിന്റെയും അടിസ്ഥാനം മാറ്റിയെഴുതും. ഇനി ബന്ധങ്ങളെക്കുറിച്ച് വീണ്ടും പറഞ്ഞാൽ, കന്നി ജന്മികൾക്ക് ഒരു പ്രത്യേക അനുഭവം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ആ അനുഭവം ഒരു പഴയ സൗഹൃദം വീണ്ടെടുക്കൽ ആകാം, അല്ലെങ്കിൽ ഒരു പഴയ കുടുംബാംഗം വീണ്ടുമെത്തൽ ആകാം, അല്ലെങ്കിൽ ഒരു പഴയ കാര്യം വീണ്ടെടുക്കൽ ആകാം. ഈ അനുഭവം അത്ഭുതകരമായി തോന്നും. അത് യാദൃച്ഛികമായി വരുന്നതായി തോന്നും. പക്ഷേ അത് ഒരു നിർണായക കാര്യമാണ്. അതിന്റെ ഫലം ഒരു പുതിയ ഊർജം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അത് നിന്റെ ഹൃദയത്തിൽ ഒരു നല്ല ശുദ്ധി നൽകും. പഴയ കാര്യങ്ങളോടുള്ള കുറ്റബോധം അകന്നുപോകും. നീ പഴയതെല്ലാം പുറത്തു വലിച്ചെറിഞ്ഞ് പുതിയതിലേക്ക് നടക്കും. അതായത് ഗ്രഹങ്ങൾ നിന്റെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കുന്നു. അതിന്റെ ഫലം നിന്റെ ഭാവി ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. ഈ ഘട്ടത്തിൽ നിനക്ക് ഒരു പ്രത്യേക ധ്യാനം ഉണ്ടാകും. അത് ഒരു പ്രത്യേക ദൈവം ആരാധിക്കൽ ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദേവി ആരാധന ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൈവത്തിന്റെ ദർശനം ആകാം. ഈ ധ്യാനം ശ്രദ്ധയോടെ ചെയ്യണം. നിന്റെ ഹൃദയത്തിൽ നിന്റെ ഭാവിയെക്കുറിച്ച് ഒരു പ്രാർത്ഥന ഉള്ളിൽ ചൊല്ലുക. നിന്റെ പ്രാർത്ഥന ശബ്ദമായി മാത്രം അല്ല. അതൊരു ആത്മശബ്ദമായിരിക്കണം. അത് അത്യന്തം ശക്തമായിരിക്കണം. അതായത് നിന്റെ പ്രാർത്ഥന ഗ്രഹങ്ങളുടെ ഊർജ്ജത്തോട് കലർന്നുപോകും. അത് ഭാവിയിലേക്ക് നിന്റെ ഭാഗ്യം തുറക്കുന്ന ഒരു കീ ആകും. ഈ പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഒരു ശാന്തമായ ശരീരം അനുഭവിക്കാം. അത് ഒരു അസാധാരണമായ അനുഭവമായിരിക്കും. അത് നിന്റെ മനസ്സിന്റെ അടിസ്ഥാനം മാറ്റിയെഴുതും. അതിന്റെ ഫലം അടുത്ത 6 മാസത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാം. ഈ ഘട്ടത്തിൽ നിന്റെ ഉള്ളിലുള്ള ആത്മവിശ്വാസം വളർന്നുവരും. നീ പ്രതീക്ഷിക്കാതെ ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നിന്റെ പ്രവർത്തനം കാണും. നിന്റെ പ്രവണത്തിന്റെ പുറത്ത് നിന്റെ പ്രയത്നം കാണും. അതിനാൽ ഈ ഘട്ടത്തിൽ നിന്റെ ഉള്ളിലുള്ള ബലം മുൻപോട്ട് കൊണ്ടുവരിക. നിന്റെ ഊർജം പ്രകാശിക്കുക. നിന്റെ പ്രതികൂല ചിന്തകൾ ശക്തമായി തള്ളിക്കളയുക. നിന്റെ പ്രതികൂല ചിന്തകൾ നിന്റെ ഭാവിയെ തടയും. അതിനാൽ അത് തള്ളിക്കളഞ്ഞ് നിന്റെ ശുദ്ധമായ ചിന്തകൾ മുൻപോട്ട് വരുത്തുക. അങ്ങനെ ചെയ്താൽ നിന്റെ ഭാവി ഭാഗ്യം വളരെ വേഗത്തിൽ വരും. ഈ ഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് ഒരു പുതിയ ബന്ധം ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക യാത്ര ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്യോഗം ആകാം. ഈ അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് യാദൃച്ഛികമായി വരുന്നതായി തോന്നും. പക്ഷേ അത് ഒരു നിർണായക അവസരമാണ്. അത് നിന്റെ ജീവിതത്തിന്റെ താഴെത്തട്ടിൽ ഒരു പുതിയ ഊർജം നൽകും. അതിന്റെ ഫലം അടുത്ത 9 മാസത്തിനുള്ളിൽ അനുഭവിക്കാം. ഈ അവസരം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ആകും. അതിനാൽ അത് കൈവിടരുത്. അത് സ്വീകരിക്കുക. അതിനെ അംഗീകരിക്കുക. അതിന്റെ ഊർജം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ ഘട്ടത്തിൽ നിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ശാന്തമായ അനുഭവം ഉണ്ടാകും. അത് ഒരു പ്രത്യേക ധ്യാനം ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൈവദർശനം ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സൗഹൃദം ആകാം. ഈ അനുഭവം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് യാദൃച്ഛികമായി വരുന്നതായി തോന്നും. പക്ഷേ അത് ഒരു നിർണായക അവസരമാണ്. അത് നിന്റെ ജീവിതത്തിന്റെ താഴെത്തട്ടിൽ ഒരു പുതിയ ഊർജം നൽകും. അതിന്റെ ഫലം അടുത്ത 9 മാസത്തിനുള്ളിൽ അനുഭവിക്കാം. ഈ അനുഭവം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ആകും. അതിനാൽ അത് കൈവിടരുത്. അത് സ്വീകരിക്കുക. അതിനെ അംഗീകരിക്കുക. അതിന്റെ ഊർജം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ ഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് ഒരു പുതിയ ബന്ധം ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക യാത്ര ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്യോഗം ആകാം. ഈ അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് യാദൃച്ഛികമായി വരുന്നതായി തോന്നും. പക്ഷേ അത് ഒരു നിർണായക അവസരമാണ്. അത് നിന്റെ ജീവിതത്തിന്റെ താഴെത്തട്ടിൽ ഒരു പുതിയ ഊർജം നൽകും. അതിന്റെ ഫലം അടുത്ത 9 മാസത്തിനുള്ളിൽ അനുഭവിക്കാം. ഈ അവസരം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ആകും. അതിനാൽ അത് കൈവിടരുത്. അത് സ്വീകരിക്കുക. അതിനെ അംഗീകരിക്കുക. അതിന്റെ ഊർജം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇനി നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് ഒരു പുതിയ ബന്ധം ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക യാത്ര ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്യോഗം ആകാം. ഈ
ഈ അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് യാദൃച്ഛികമായി വരുന്നതായി തോന്നും. പക്ഷേ അത് ഒരു നിർണായക അവസരമാണ്. അത് നിന്റെ ജീവിതത്തിന്റെ താഴെത്തട്ടിൽ ഒരു പുതിയ ഊർജം നൽകും. അതിന്റെ ഫലം അടുത്ത 9 മാസത്തിനുള്ളിൽ അനുഭവിക്കാം. ഈ അവസരം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ആകും. അതിനാൽ അത് കൈവിടരുത്. അത് സ്വീകരിക്കുക. അതിനെ അംഗീകരിക്കുക. അതിന്റെ ഊർജം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ ഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് ഒരു പുതിയ ബന്ധം ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക യാത്ര ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്യോഗം ആകാം. ഈ അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് യാദൃച്ഛികമായി വരുന്നതായി തോന്നും. പക്ഷേ അത് ഒരു നിർണായക അവസരമാണ്. അത് നിന്റെ ജീവിതത്തിന്റെ താഴെത്തട്ടിൽ ഒരു പുതിയ ഊർജം നൽകും. അതിന്റെ ഫലം അടുത്ത 9 മാസത്തിനുള്ളിൽ അനുഭവിക്കാം. ഈ അവസരം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ആകും. അതിനാൽ അത് കൈവിടരുത്. അത് സ്വീകരിക്കുക. അതിനെ അംഗീകരിക്കുക. ഇനി നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് ഒരു പുതിയ ബന്ധം ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക യാത്ര ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്യോഗം ആകാം. ഈ അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് യാദൃച്ഛികമായി വരുന്നതായി തോന്നും. പക്ഷേ അത് ഒരു നിർണായക അവസരമാണ്. അത് നിന്റെ ജീവിതത്തിന്റെ താഴെത്തട്ടിൽ ഒരു പുതിയ ഊർജം നൽകും. അതിന്റെ ഫലം അടുത്ത 9 മാസത്തിനുള്ളിൽ അനുഭവിക്കാം. ഈ അവസരം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ആകും. അതിനാൽ അത് കൈവിടരുത്. അത് സ്വീകരിക്കുക. അതിനെ അംഗീകരിക്കുക. അതിന്റെ ഊർജം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ അത്ഭുതകരമായ ഭാഗ്യവാതിൽ തുറക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ഭക്തിഭാവം ഉണ്ടാക്കുക. നിന്റെ പ്രാർത്ഥന ശാന്തമായി ചെയ്യുക. നിന്റെ പ്രാർത്ഥന ശബ്ദമായി മാത്രം അല്ല. അതൊരു ആത്മശബ്ദമായിരിക്കണം. അത് അത്യന്തം ശക്തമായിരിക്കണം. അതായത് നിന്റെ പ്രാർത്ഥന ഗ്രഹങ്ങളുടെ ഊർജത്തോട് കലർന്നുപോകും. അത് ഭാവിയിലേക്ക് നിന്റെ ഭാഗ്യം തുറക്കുന്ന ഒരു കീ ആകും. ഈ പ്രാർത്ഥന ചെയ്തുകഴിഞ്ഞാൽ നിനക്ക് ഒരു ശാന്തമായ ശരീരം അനുഭവിക്കാം. അത് ഒരു അസാധാരണമായ അനുഭവമായിരിക്കും. അത് നിന്റെ മനസ്സിന്റെ അടിസ്ഥാനം മാറ്റിയെഴുതും. ന്റെ ഫലം അടുത്ത 6 മാസത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാം. ഈ ഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് ഒരു പുതിയ ബന്ധം ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക യാത്ര ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്യോഗം ആകാം. ഈ അവസരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത് യാദൃച്ഛികമായി വരുന്നതായി തോന്നും. പക്ഷേ അത് ഒരു നിർണായക അവസരമാണ്. അത് നിന്റെ ജീവിതത്തിന്റെ താഴെത്തട്ടിൽ ഒരു പുതിയ ഊർജം നൽകും. അതിന്റെ ഫലം അടുത്ത 9 മാസത്തിനുള്ളിൽ അനുഭവിക്കാം. ഈ അവസരം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ആകും. അതിനാൽ അത് കൈവിടരുത്. അത് സ്വീകരിക്കുക. അതിനെ അംഗീകരിക്കുക. അതിന്റെ ഊർജം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ അത്ഭുതകരമായ ഭാഗ്യവാതിൽ തുറക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ഭക്തിഭാവം ഉണ്ടാക്കുക. നിന്റെ പ്രാർത്ഥന ശാന്തമായി ചെയ്യുക. നിന്റെ പ്രാർത്ഥന ശബ്ദമായി മാത്രം അല്ല. അതൊരു ആത്മശബ്ദമായിരിക്കണം. അത് അത്യന്തം ശക്തമായിരിക്കണം. അതായത് നിന്റെ പ്രാർത്ഥന ഗ്രഹങ്ങളുടെ ഊർജത്തോട് കലർന്നുപോകും. അത് ഭാവിയിലേക്ക് നിന്റെ ഭാഗ്യം തുറക്കുന്ന ഒരു കീ ആകും. ഈ പ്രാർത്ഥന ചെയ്തുകഴിഞ്ഞാൽ നിനക്ക് ഒരു ശാന്തമായ ശരീരം അനുഭവിക്കാം. അത് ഒരു അസാധാരണമായ അനുഭവമായിരിക്കും. അത് നിന്റെ മനസ്സിന്റെ അടിസ്ഥാനം മാറ്റിയെഴുതും. അതിന്റെ ഫലം അടുത്ത 6 മാസത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാം.